നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇപ്പോൾ വരുന്ന വാർത്ത, ആദ്യ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് മുൻകൂർ ജാമ്യം. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും ആശ്വാസമായിക്കൊണ്ടാണ് ഇപ്പോൾ കോടതിയുടെ ഈ മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ഹൈക്കോടതിയാണ് രാഹുലിനെ ജാമ്യം അനുവദിച്ചത്. ജാമ്യം ലഭിച്ചാൽ രാഹുൽ തെളിവ് നശിപ്പിക്കുമെന്ന അതിജീവിത കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു. എന്നാൽ കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് രാഹുൽ കോടതിയിൽ വാദിച്ചത്. രാഹുലിന്റെ വാദം ശരിവെച്ച കോടതി ജാമ്യം അനുവദിക്കുകയായിരുന്നു. മൊബൈൽ ഫോൺ അന്വേഷണ ഉദ്യോഗസ്ഥന് കൈമാറണം. ഫെബ്രുവരി 16 അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ചോദ്യം ചെയ്യലിനും ഹാജരാകണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതായത് കേസുമായി സഹകരിക്കണം. അത്തരത്തിലുള്ള ജാമ്യ ഉപാധികളോട് കൂടിയിട്ടാണ് ജാമ്യം നൽകിയിരിക്കുന്നത്. 3 ദിവസം ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഒപ്പം കേരളം വിട്ട് പോകരുതെന്നും രാഹുലിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. നേരത്തെ 2-3 ബലാത്സംഗ കേസിലും മുൻകൂർ ജാമ്യം നൽകിയിരുന്നു. 3ാം ബലാത്സംഗ കേസിലും ജാമ്യം രാഹുലിന് ഏറ്റവും ഒടുവിൽ ലഭിച്ചതോടുകൂടി ഇപ്പോൾ ഈ ഒരു കേസിലും കൂടി ലഭിക്കുന്നതോടുകൂടി രാഹുലിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള 3 ബലാത്സംഗ കേസിലും ജാമ്യം ലഭിക്കുകയാണ്. ഇതോടെ രാഹുലിനെതിരെ പോലീസ് എടുത്ത 3 പീഡന കേസിലും ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. ആദ്യ കേസിൽ കൂടിയായിരുന്നു രാഹുലിന് ജാമ്യം ലഭിക്കാനുണ്ടായിരുന്നത്. 3ാം കേസിലും കീഴ്ക്കോടതികൾ നേരത്തെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിച്ചിരുന്നു. പക്ഷേ ആദ്യ കേസിൽ തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയായിരുന്നു. അതിന് പിന്നാലെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചത്. അന്ന് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി ഗുരുതരമായ പരാമർശങ്ങളോടുകൂടിയാണ് അന്ന് രാഹുൽ സമർപ്പിച്ചിരുന്ന ജാമ്യാപേക്ഷ തള്ളിയത്. അതിന് പിന്നാലെയാണ് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചത്. അവിടെ ജസ്റ്റിസ് കൗസർ എടപ്പങ്കത്തിന്റെ സിംഗിൾ ബെഞ്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നൽകിയത്. നേരത്തെ കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ തന്നെ പറഞ്ഞത് ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബലാത്സംഗം നിലനിൽക്കുമോ എന്നുള്ളതാണ്. അതായത് ഒരു ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമായിട്ടല്ലേ കാണാനാവുക എന്ന് കോടതി പ്രത്യേകം ചൂണ്ടിക്കാണിച്ചിരുന്നു. ഏതായാലും കൃത്യമായിട്ടുള്ള നിരീക്ഷണമാണ് കോടതി ഇതിൽ നടത്തിയിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ്, അതായത് കോടതി അടക്കം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്, ഇതിൽ ഒരു ബലാത്സംഗ പരാതി കാണാൻ സാധിക്കില്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ഇനി പിന്നീട് കേസന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ വിധി വരുമ്പോൾ മാത്രമായിരിക്കും എന്തൊക്കെയാണ് കോടതി ഇതിൽ കണ്ടെത്തിയിട്ടുള്ള നിരീക്ഷണങ്ങൾ എന്നുള്ളത് കൂടി അറിയാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും ഇപ്പോൾ ഈ ആദ്യ ബലാത്സംഗ കേസിലും മുൻകൂർ ജാമ്യം ലഭിക്കുന്നതോടുകൂടി തന്നെ ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു അറസ്റ്റിന്റെയോ വീണ്ടും ഒരു ജയിൽവാസത്തിന്റെയോ സാധ്യത ഇവിടെ ഉണ്ടാകുന്നില്ല. ഇന്ന് ഒരു പക്ഷേ ഹൈക്കോടതി ഈ ഒരു ജാമ്യാപേക്ഷ തള്ളിയിരുന്നെങ്കിൽ പോലീസിന് രാഹുലിനെ വീണ്ടും കസ്റ്റഡിയിലെടുക്കാനും അതുപോലെ തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ജയിൽവാസം അതിനുള്ളൊരു സാധ്യത അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി നൽകിയതോടുകൂടി തന്നെ അത്തരത്തിലൊരു സാധ്യതയാണ് ഇവിടെ ഇല്ലാതാകുന്നത്. എന്നാൽ പക്ഷേ ജാമ്യം അനുവദിക്കുന്നത് തൻ്റെ ജീവന ഭീഷണിയാണെന്നും നിരവധി പെൺകുട്ടികളെ സമാന രീതിയിൽ പീഡിപ്പിച്ചിട്ടുണ്ടെന്നും പരാതിക്കാരി കോടതിയെ അറിയിച്ചിരുന്നു. എന്നാൽ യുവതിയുടെ മൊഴി പരിശോധിക്കുമ്പോൾ ബലാത്സംഗം നടന്നതായി കണക്കാക്കാനാകില്ലെന്നായിരുന്നു കോടതിയുടെ വിലയിരുത്തൽ. തുടർന്നാണ് കർശന ഉപാധികളോടെ ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. വിവാഹിതയായ യുവതി മറ്റൊരു ബന്ധത്തിൽ ഏർപ്പെടുന്നത് നിയമപരമായും ധാർമ്മികമായും തെറ്റല്ല എന്നതിനാൽ എങ്ങനെ പ്രതിക്ക് ജാമ്യം നിഷേധിക്കാനാകുമെന്നാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. നഗ്ന ദൃശ്യങ്ങൾ കൈവശം വെച്ചതായി കണ്ടെത്തിയാൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്നത് പരിഗണിക്കാനാകുമെന്നും കോടതി പറഞ്ഞിരുന്നു. ആദ്യ ബലാത്സംഗ പരാതിക്ക് പിന്നാലെ മറ്റ് 2 പരാതികൾ കൂടി രാഹുലിനെതിരെ വന്നിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് ഒരു യുവതി KPCC അധ്യക്ഷന് മെയിൽ മുഖാന്തരവും പരാതി അയച്ചിരുന്നു. ഈ പരാതിയും പോലീസിന് കൈമാറുകയും അതിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. നിലവിൽ വിദേശത്തുള്ള പത്തനംതിട്ട സ്വദേശിനിയാണ് 3ാമത്തെ പരാതി നൽകിയത്. ഈ പരാതിയെ തുടർന്നാണ് പോലീസ് രാഹുലിനെ അറസ്റ്റ് ചെയ്തത്. 16 അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുൻപാകെ ഹാജരാകണം. രാവിലെ 10 മുതൽ വൈകുന്നേരം 4 വരെ 3 ദിവസം ചോദ്യം ചെയ്യപ്പെടണമെന്നും ഉപാധിയിൽ പറയുന്നുണ്ട്. ആ കാലയളവിൽ കസ്റ്റഡിയിലുള്ളതായി കണക്കാക്കണം. മൊബൈൽ ഫോൺ കൈമാറണം. വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കണം. പാസ്പോർട്ട് സമർപ്പിക്കണം. കേരളം വിട്ടു പോകരുത്. ഓരോ 2ാമത്തെ ശനിയാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുമ്പാകെ ഹാജരാകണം. സാക്ഷികളെ ബന്ധപ്പെടാനോ ഭീഷണിപ്പെടുത്താനോ ശ്രമിക്കരുത്. ജാമ്യത്തിലായിരിക്കുമ്പോൾ ഒരു കുറ്റകൃത്യവും ചെയ്യരുത്.
അറസ്റ്റ് രേഖപ്പെടുത്തണമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന് തോന്നിയാൽ അറസ്റ്റ് ചെയ്ത ശേഷം അദ്ദേഹത്തെ വിട്ടയക്കണം. ചോദ്യം ചെയ്യൽ വേള കസ്റ്റഡിക്ക് തുല്യമായി കണക്കാക്കും. മൊബൈൽ ഫോൺ പരിശോധനയ്ക്ക് കൈമാറണം എന്നിങ്ങനെയാണ് ജാമ്യ വ്യവസ്ഥയിലെ ഉപാധികൾ. ഇതോടുകൂടി തന്നെയാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഏതായാലും കൃത്യമായി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ കേസുമായി സഹകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കോടതിക്ക് പോലും ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഇപ്പോൾ 1, 2, 3 രാഹുലിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള പീഡന ആരോപണങ്ങളിൽ ഇപ്പോൾ കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ തിരുവനന്തപുരം അഡീഷണൽ കോടതി, ജില്ലാ സെഷൻസ് കോടതി തള്ളിയിട്ടുള്ള മുൻകൂർ ജാമ്യമാണ് ഇപ്പോൾ ഹൈക്കോടതി അനുവദിച്ചിരിക്കുന്നത്. ഇത് രാഹുൽ മാങ്കൂട്ടത്തിന് ആശ്വാസമാവുകയാണ്. കാരണം ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് അടുക്കാൻ പോവുകയാണ്. ഇനി വെറും മാസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. ഇത്തരത്തിൽ ഇപ്പോൾ രാഹുലിന്റെ അറസ്റ്റും ഇവിടെ അതിനുള്ളൊരു സാധ്യത കൂടി മങ്ങുമ്പോൾ വീണ്ടും തന്റെ മണ്ഡലത്തിൽ സജീവമാക്കാനുള്ള സാധ്യത ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് കൂടുകയാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇനി ഇതിനിടയിൽ വേറെ പരാതികളൊന്നും ഉയർന്നു വന്നില്ലെങ്കിൽ രാഹുൽ വീണ്ടും മണ്ഡലത്തിൽ സജീവമാകാനും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവമാകാനുള്ള സാധ്യത ഇവിടെ ഉണ്ട്. ഒരുപക്ഷെ വീണ്ടും അദ്ദേഹം പഴയതുപോലെ തന്നെ ആദ്യഘട്ടത്തിൽ 1-2 പരാതി ഉയർന്നു വന്ന് വീണ്ടും അദ്ദേഹം പഴയതുപോലെ മണ്ഡലങ്ങളിലും അതുപോലെ തന്നെ പൊതുപ്രവർത്തനങ്ങളിലൊക്കെ തന്നെ വീണ്ടും സജീവമായപ്പോഴാണ് മറ്റൊരു പരാതി രാഹുലിനെതിരെ ഉയരുകയും അത് അറസ്റ്റിലേക്ക് വഴിവെക്കുകയും ജയിൽവാസം അടക്കം രാഹുലിന് നൽകിയത്. പക്ഷേ ഇപ്പോൾ ജാമ്യം നൽകി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി രാഹുലിനെ പെട്ടെന്നൊരു അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അതായത് വീണ്ടും ഒരു വിവാദത്തിൽ ഒരു പരാതി ഉയർന്നു വന്നില്ലെങ്കിൽ വീണ്ടും ഒരു വിവാദത്തിന് രാഹുൽ മാങ്കൂട്ടത്തിന് ഇടയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തീർച്ചയായും മണ്ഡലത്തിൽ, പാലക്കാട് സ്വന്തം മണ്ഡലത്തിൽ സജീവമാക്കാനുള്ള സാധ്യതയുണ്ട്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം അദ്ദേഹം മറ്റൊരു പൊതുപ്രവർത്തനങ്ങളിലും അധികം സജീവമല്ല. ഒരു പക്ഷേ ഈ മുൻകൂർ ജാമ്യാപേക്ഷയുടെ വിധി കൂടി കാത്തിരിക്കുകയായിരിക്കാം അദ്ദേഹം. കാരണം ഇതും കൂടി അറിഞ്ഞതിന് ശേഷം വീണ്ടും പൊതുപ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ MLA പണികളിലൊക്കെ തന്നെ വീണ്ടും സജീവമാകാൻ ഒരു പക്ഷേ കാത്തിരിക്കുകയായിരുന്നു എന്ന് തോന്നണം. കാരണം ഇതുവരെയായിട്ട് മാധ്യമങ്ങളെ ആകെ 24 ചാനലിൽ നൽകിയ അഭിമുഖം മാത്രമാണ് അദ്ദേഹം പുറത്തേക്ക് സംസാരിച്ചതായി കാണാൻ സാധിച്ചത്. മറ്റെവിടെയും അദ്ദേഹം എത്തിയിട്ടില്ല. പക്ഷേ ഇനിയിപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സ്ഥിതിക്ക് വീണ്ടും മണ്ഡലത്തിൽ സജീവമാകാനുള്ള സാധ്യത കൂടിയുണ്ട്. അതേസമയം തന്നെ അതിജീവിത ഇവിടെ കൃത്യമായി തന്നെ എല്ലാ നിയമവഴികളും തേടുന്നുണ്ട്. കൃത്യമായി രാഹുലിനെതിരെയുള്ള ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ്. തീർച്ചയായിട്ടും ഇനി ഇപ്പോൾ ജാമ്യാപേക്ഷ കിട്ടിയ സ്ഥിതിക്ക് അടുത്തത് എന്തായിരിക്കും അതിജീവിത എടുക്കാൻ പോകുന്ന മറ്റൊരു നിയമ നടപടി എന്നുള്ളത് കൂടി ഇനി കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു. അതിനിടയിൽ അഡ്വക്കേറ്റ് ദീപ ജോസഫിനടക്കം രാഹുലിനെ പിന്തുണച്ചു ജീവിതയെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടു എന്നതിൻ്റെ പേരിലും ഇന്നലെ കോടതി രൂക്ഷ വിമർശനം, അതും സുപ്രീം കോടതി രൂക്ഷ വിമർശനം നടത്തിയെന്ന ഒരു വാർത്ത കൂടി പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിലെ ചൊല്ലിയുള്ള അല്ലെങ്കിൽ അതിജീവിതയാണോ അല്ലെങ്കിൽ ഇത് പരാതിക്കാരിയാണോ എന്നതിനെ ചൊല്ലിയുള്ള തർക്കങ്ങളും പോസ്റ്റുകളും ചർച്ചകളും പുറത്ത് നടക്കുന്നുണ്ട്. പക്ഷേ രാഹുൽ ഈ വിഷയത്തിൽ കൃത്യമായിട്ട് വളരെ സംയമനം പാലിച്ചുകൊണ്ട് തന്നെയാണ് പ്രതികരിക്കുന്നത്. ഇപ്പോൾ 3 കേസിലും ജാമ്യം ലഭിച്ചതോടുകൂടി രാഹുലിന് ഒരു താൽക്കാലിക ആശ്വാസമാണ് ഉണ്ടാകുന്നത്. അതും ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ.